ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീറ്റത് 12:30 നേരം വൈകി. ഞാൻ നല്ലൊരു 4 മണിക്കായി. ഇപ്പം നോർമലി എത്ര മണിക്ക് തന്നെയാണ് ഉറങ്ങാറ്. അപ്പോൾ ഡോലു അവളുടെ വീട്ടിൽ പോയിരിക്കും. അപ്പോൾ ഞാൻ കുഞ്ചു, നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, കുഞ്ചുവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എണീറ്റിട്ടുള്ള ഈ ടൈം ആകുമ്പോഴേ ഞങ്ങൾ 2 പേര് എഴുന്നേക്കാറ്. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ കടയ്ക്ക് പോകാനാണ് പതിവ്. അപ്പോൾ കടയ്ക്ക് പോകണം. ഇത്ര ലേറ്റാവുമെന്ന് വിചാരിച്ചില്ല. ഞാൻ എണീറ്റപ്പോൾ ഇവിടെ ആരുമില്ല, ബെഡൊക്കെ കാലേ കിടക്കാണ്, എല്ലാവരും പോയി. ഇത് കുഞ്ചുവിൻ്റെ വീടാണ്, കുഞ്ചുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഉച്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്യണേ, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇപ്പോഴാണ് ഞാൻ എണീറ്റത്. ഇനി ഡോലു വന്നിട്ട് വേണം ഒന്ന് പോകാനായിട്ട്. അപ്പോഴേക്കൊന്ന് ഫ്രഷപ്പ് ആവണം, റെഡി ആവണം. അപ്പം ഞാനിവിടെ ഇരുന്ന് കുറേ ആലോചിച്ചിരുന്ന്, സത്യം പറഞ്ഞാൽ ഞാൻ പകുതി ഉറക്കത്തിലാണ് ഈ ഇരുന്ന് പറയണത്. ഉറക്കത്തിന് നിന്നിട്ടുള്ള മന്നപ്പാണ് എനിക്ക്. ഉറക്കത്തിന് നിന്നിട്ട് ഭയങ്കര മന്നബുദ്ധിയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ വളരെ എന്തൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെഡി ആവാനായിട്ട്. റെഡി ആവാൻ മീൻസ് ഒന്ന് കുളിക്കണം, തലയിൽ ഡാൻഡ്രഫിൻ്റെ മരുന്ന് പറ്റണം. 2 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ തൊണ്ടവേദന നീർവീച്ച് മാറിയിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ച് മാറ്റി കൊണ്ടുവന്നിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിന്മേ ഇരുന്നാണ് എൻ്റെ ഫുള്ള് പണി. അപ്പോൾ ഇന്നും സമയം ഉച്ച, എന്നും തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞങ്ങളല്ല കുളിച്ചുകൊണ്ട് കാണാം. ഉച്ചനെ പരട്ടി ഒന്ന് കുളിക്കണമെന്നുണ്ട്. ഡാൻഡ്രഫ് ഉണ്ട്. സോ ഞാൻ വെളിച്ചെണ്ണല്ല, ഡാൻഡ്രഫിനൊരു കൈൻഡ് ഓഫ് മരുന്ന് കഴിയാറായി. ചെറിയ ബോട്ടിൽ ത്രിശ് ഇതൊക്കെ എടുത്ത് സ്കാൽപ്പിലൊക്കെ പരറ്റും. എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ ഡാൻഡ്രഫ്. കഴിയും തോറും വരെ എനിക്ക് അതാന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിൽ നിറച്ച് കുരു. ഇത് പറ്റിയിട്ടൊരു 10 മിനിറ്റ് ഇരിക്കണം, കുഴപ്പമൊന്നുമില്ല, നല്ല മരുന്നാണ്, എനിക്കിഷ്ടം. ഇത് വീക്കിലൊരു 3 days ഇട്ടാൽ മതി. ഇതാണ് എൻ്റെ ഹെയർ. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കളറൊക്കെ ചെയ്തു. എന്നിട്ട് കൊളായി തരുന്നു. ഇപ്പോൾ കളറൊക്കെ ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. എന്ത് സുഖം, ഒരാൾ തല മസാജ് ചെയ്യാണ്ടെങ്കിൽ എന്ത് സുഖമായിരിക്കും. എല്ലാവരും വീട്ടിൽ നിൽക്കുമ്പോൾ കൂറായിരിക്കും, ഞാനും കൂറയാണ്. പുറത്തേക്ക് ഇറക്കുമ്പോൾ മേക്കപ്പ് ഇടും. എല്ലാവരും ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെയുണ്ടോ. ഇതാണ് നമ്മുടെ കുഞ്ചുവിൻ്റെ വീടാണിത്. അപ്പോൾ കുഞ്ചു ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുളിച്ച് വന്നിട്ട് കാണാം. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നു ഗൈസ്. ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഇന്നത്തെ ഡ്രസ്സ്. അപ്പോൾ ഡോലു എന്നെ വിളിച്ചു. ഓൾറെഡി ഇന്ന് മേക്കപ്പ് ചെയ്ത് എനിക്ക് പോകണം. മേക്കപ്പ് ഒന്നും എൻ്റെ കണ്ണിലൊരു കുരുയൊക്കെ ഉണ്ട്. നേരത്തെ വീട്ടിൽ ഞാൻ പറയാനായിട്ട് മറന്നു പോയി. സോ റെഡി ആയിട്ട് കാണാം. അപ്പം ഞാൻ പോകാനായിട്ട് റെഡിയായി. എൻ്റെ ഔട്ട്ഫിറ്റ് നോർമൽ ഔട്ട്ഫിറ്റ് ആണ്. എനിക്കധികം ഡ്രസ്സൊന്നുമില്ല ഗൈസ്. ഞാൻ അങ്ങനെ അധികം വാങ്ങില്ല. എനിക്ക് ഒന്നിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഞാൻ ഡോലുവിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ബായ് ഒന്നുമില്ല, ഇനി കാണാം നമ്മൾ എന്താണ് നടക്കണേന്ന്. ഈ ദിവസം ഒന്നും പ്ലാൻഡ് അല്ല, പ്ലാൻഡ് അല്ല, ഒക്കെ സഡൻ സ്പോട്ടിൽ സംഭവിക്കാൻ ഹാപ്പൻസ് ആണ്. അതെല്ലാവരുടെ ലൈഫും അങ്ങനെ തന്നെയാണ്. സോ നമുക്ക് പോയി നോക്കാം. എൻ്റെ മുടി ഞാൻ എങ്ങനെയായിട്ടുള്ള ഉണക്കാനോ ഈരാനോ ഒന്നും നിൽക്കില്ല. സോ പോയിട്ട് ആണ്. സോ കുഞ്ചുവിൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ. പാവം കുറേ എക്സാമാണ്, ഒരു വലിയ ഗൗണൊക്കെ തയ്ക്കാൻ പോവാണ്. ഓൾ ദ ബെസ്റ്റ് കുഞ്ചു. അപ്പം ഞാൻ വീട് വിട്ട് ഇറങ്ങുകയാണ് ഗായ്സ്. നേരെടുക്കാൻ മറന്ന എൻ്റെ അറിയാൻ മറന്നിട്ടില്ല. ഇത് ഡോലുവിൻ്റെ ചെരുപ്പാണ്. ഡോലുവിൻ്റെ ചെരുപ്പ് ഞാനും, എൻ്റെ ചെരുപ്പ് ഡോലുവാണ് ഇടാറ്. ആണ് നടക്കണം. ഊപ്പർ ചെയ്തിട്ടുള്ള
ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. സണ്ണയൊക്കെ ഇഷ്ടയല്ലേ അയ്യ. ഞാൻ പണ്ടിരുന്ന ഓവറായിട്ട് കുറേ പ്രശ്നങ്ങൾ കോളിലാണ് അവരെ കൊണ്ട് വേറെ ഉപയോഗം കഴിക്കുന്നുണ്ട്. അല്ലാതെ അങ്ങനെ അവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബാങ്കിലേക്ക് വരികയായിരുന്നു. ഞാൻ അവിടെ പോസ്റ്റ് അവിടെ കുറേ നേരം എന്താ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുക. വായ നോക്കുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. വായ നോക്കാറില്ല, ഞാനവിടെ മിണ്ടാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുക. വായനൊക്കെ മാത്രമുള്ള സൗണ്ടൊന്നുമില്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഇവിടെ എന്താന്ന് പ്രത്യേകത? ഇവിടെ എന്നും പ്രത്യേകതയല്ലേ? പ്രത്യേകിച്ച് ഇപ്പൊ എനിക്കൊരു പ്രത്യേകത എനിക്ക് കാണിച്ചു തന്നില്ലേ വിളിച്ച്? ബോർഡ് വെച്ച് ഓണ വഴിയിലൊക്കെ ഉണ്ടാ. അതാണ് നമ്മുടെ അവസ്ഥ. അവിടെ ഉണ്ട്. ബോട്ട് ഒരു ഗൈസ് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞതാ. അലക്കെങ്കല്ല വീട്ട് അരക്കാനൊന്നും പറയല്ലേ. ഡെയിലി ഇതെന്നെ കണ്ട് മടുത്തു. സത്യം പറയാലോ, എനിക്ക് ആദ്യമൊക്കെ ഇതൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് മല മറച്ചേനെ എന്നുള്ള പോകായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയി കിട്ടിയപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല ഗൈസ് ഒന്നിനോടും. മീൻസ് നമ്മളൊക്കെ വിചാരിക്കാതെ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നിടാം, ഒരുങ്ങാം, ഫോട്ടോ എടുക്കാം. ഇതൊന്നും നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് ഒന്നിനോടൊരു വലിയ ഇഷ്ടം തോന്നില്ല എന്നാണ് വേറെ കാര്യം. അപ്പോൾ ഒരു അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇവർ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരും. ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് എടുക്കാം. ഇവർ അയച്ചു തരും കൊറിയറായിട്ട്. കോസ്റ്റ്യൂംസൊക്കെ അടിപൊളി കളക്ഷൻസാണ്. എന്നിട്ട് ഇങ്ങനത്തെ പരിപാടിയുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പാപ്പം വാങ്ങിച്ചിട്ടുണ്ട്. പാപ്പം ഞാൻ ജിലേബി വാങ്ങിച്ച്, അവരെന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. അവരത് തിന്നും. അപ്പം ഞാൻ കുറച്ച് നേരം മാറുന്നിട്ടെ. കഴിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിലൊരു സാധനം ഓൾറെഡി എനിക്കെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതെനിക്ക്, ബാക്കിയുള്ളവർക്ക് വേറെ എന്തൊക്കെയോ കേട്ടോ. നമുക്ക് നോക്കാം. ആണ് എൻ്റെ മുട്ട ബജീൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ടല്ലോ. എന്തിട്ടത്? കുരുമുളക്. ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടമല്ല. നീ എടുത്തോ. ഇവള് മരുന്ന് മോൻ കാണിക്കില്ല കേട്ടോ. ബോണ്ടയാണോ അത്? ബോണ്ട പോലെയല്ലേ, ഫേമസ് ആയല്ലോ. ഡോലൂന് എന്താ വേണ്ടേ? ഇതിൽ ഇനി പഴംപൊരി ഉണ്ട്, മുട്ട ബജി ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുന്ന് വെറുതെ എന്നിട്ട് ഞാൻ ഇവിടുത്തെ ലെഹങ്കാസ് ഓരോന്നും ഇട്ട് നോക്കി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇട്ട് നോക്കും, ഒരു ഫോട്ടോ എടുത്ത് ഞാൻ റീൽസായിട്ട് പോസ്റ്റ് ചെയ്യും. റീൽസല്ല, ഫോട്ടോസായിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഇവിടെ നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ എന്തൊക്കെയോ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാനൊന്നിങ്ങനെ എഴുന്നേറ്റ് പോയപ്പോഴാണ് മനസ്സിലായത് എന്താണ് ഇവിടെ കണക്ക് നോക്കലാണ്. ഇവിടെ ഭയങ്കര കണക്ക് നോക്കലാണ് ഇവരൊക്കെ. ഞാൻ ഇതൊന്നും അറിയണ പോലും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ അവിടെ എഡിറ്റിങ്ങിലായിരുന്നു. യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടി തുടങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കോടീശ്വരൻ അംബാനിയേക്കാൾ ആവാൻ. അപ്പം ഇതിന്നൊരു മാല സ്വർണ്ണൊക്കെ അഞ്ചതൊക്കെ ഇത് വിറ്റാൽ മതിയായിരുന്നു വേണ്ട. ഒന്നും സ്വർണ്ണമല്ല ഗൈസ്, ഞങ്ങൾ മാത്രമാണ് ഇവിടെ വില പിടിപ്പുള്ളതുള്ളൂ. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാനൊരു ഇതെടുത്ത് ഇട്ടു ലെഹങ്ക. അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ആഡ് ചെയ്യാം. അപ്പം എല്ലാവരും വീട്ടിൽ പോവാണ്. സമയം രാത്രി ആയിട്ടുണ്ട്. നല്ല രാത്രിയാ. സമയം എത്രയായി? ഒരു 8 മണിയൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ പോവാണ്.
ബൈ ഗായ്സ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ഇതൊരു ചെറിയ വ്ളോഗാണ്.